Hi students, welcome to again our zoology class. Okay, today's our topic is about theories of biological evolution. Theories of biological evolution. അതിൽ രണ്ട് തിയറി വി ഓൾറെഡി ഡിസ്കസ്. നമ്മൾ രണ്ട് തിയറി ഡിസ്കസ് ചെയ്ത തിയറി ഓഫ് ലാമാർക്കും ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. തിയറി ഓഫ് ലാമാർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജിറാഫിൻ്റെ ഇത് വെച്ചിട്ട്, അതായത് പഴയ കാലങ്ങളിൽ ജിറാഫിന് കഴുത്തിന് നീളം വളരെ കുറവായിരുന്നു. ബട്ട് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് വന്നപ്പോൾ അവയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ലീവ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പൊക്കമുള്ള മരങ്ങളിലാണ്. അതനുസരിച്ച് അവ കഴുത്ത് നീട്ടി ആ മരങ്ങളിൽ നിന്നും ഇലകൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് നീട്ടി അവർക്ക് അതായത് കണ്ടിന്യൂസ് യൂസായിട്ട് ഒരു ഓർഗൻ ഉപയോഗിച്ചപ്പോൾ അവരുടെ കഴുത്ത് നീണ്ടുപോയി. ദാറ്റ് ഇസ് എ യൂസ് ആൻഡ് ഡിസ്യൂസ്. അതാണ് തിയറി ഓഫ് ലാമാർക്ക് എന്ന് പറയുന്നത്. ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷന്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാർവിൻ ഒരു വോയേജ് നടത്തിയിട്ട് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഈ മൂന്നെണ്ണത്തെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 134 മൂന്നെണ്ണവും ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ്സ് എ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. അത് തിയറീസാണ്. മൂന്ന് തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ തിയറി ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. തിയറി ഓഫ് ലാമാർക്ക്, ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ, മ്യൂട്ടേഷൻ തിയറി ഓഫ് ഡിവറീസ്. ഇത് മൂന്നുമാണ് ബയോളജിക്കൽ എവല്യൂഷൻ്റെ തിയറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തിയറി ഓഫ് ലാമാർക്ക്, അതിന് നമ്മൾ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നു. ലൈഫ് ടൈമിൽ അക്വയർ ചെയ്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമ്മളതിനെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് തിയറി ഓഫ് ലാമാർക്ക് ഓർ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കേർഡ് ബൈ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ. ഇത് പറയുന്നതാണ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസിൽ എവല്യൂഷൻ നടക്കുന്നത് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓർഗൻ മൂലമാണ്. ഇപ്പോൾ ജിറാഫിൻ്റെ കേസിൽ ദ ലോങ് എവല്യൂഷൻ ബൈ യൂസ് ഓഫ് ഓർഗൻ, the long neck of giraffe is due to continuous elongation to forage leaves on tall trees. ടോൾ ട്രീസ്. ആദ്യകാലം 3 ജിറാഫിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ജിറാഫിന് കഴുത്ത് നീളമുണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് അതായത് അവർ ടോൾ ട്രീസിൽ നിന്ന് ഇലകൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നെക്ക് യൂസ് ചെയ്ത് അവയ്ക്ക് ലോങ് നെക്കാന്നു അത് ഇൻഹെറിറ്റ് ചെയ്തു. ഇതാണ് that's the evolution of life forms occurred by the use and disuse. What is a disuse? Total disappearance of limbs in snake. സ്നേക്കിൻ്റെ കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ലിംസ്. കാലുകളില്ലല്ലോ, അതും അവ ഡിസ്യൂസ് ചെയ്ത് ആ ലിംസ് ഡിസപ്പിയർ ചെയ്തെന്നാണ് ലാമാർക്ക് പറയുന്നത്. ബട്ട് സച്ച് അക്വേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ടു സക്സീഡിങ് നെക്സ്റ്റ് ജനറേഷനോട്ട് ഇൻഹെറിറ്റ് ചെയ്തു അങ്ങനെ. But this theory was eliminated out because it was proved that the characters are inherited only through genes. നമുക്കറിയാം ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ജീൻസിൽ കൂടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തിയറീസിനെ എലിമിനേറ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ലാമാർക്ക് തിയറി. അപ്പോൾ അങ്ങനെ ഇരുന്നാലും ലാമാർക്സ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓർഗൻസ് എന്ന് പറയുന്നത്. വിത്ത് എക്സാമ്പിൾ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. What is the Lamarck theory? It is evolution of life forms occurred by use and disuse of organ. Evolution by use of organ എക്സാമ്പിൾ എഴുതുക ജിറാഫിൻ്റെ കാര്യം. എവല്യൂഷൻ ഓഫ് ഡിസ്യൂസിൻ്റെ കാര്യത്തിന് എക്സാമ്പിൾ എഴുതുക ലിംപ്ലെസ് സ്നേക്ക്. അപ്പോൾ ലിംസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്യൂസ് ചെയ്തോളൂ, അത് ഉപയോഗിക്കേണ്ടായിരുന്നു, ആ ലിംസ് ഡിസപ്പയർ ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അക്വേർഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ടു സക്സീഡിങ് ജനറേഷൻ. അത്രയാകുമ്പോഴാണ് തിയറി ആവുന്നത് കേട്ടോ. that such characters inherit to succeeding generations. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്തു. എന്താ കാരണം? ബിക്കോസ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഇൻഹെറിറ്റ് ചെയ്യുന്ന ജീൻസിൽ കൂടിയാണ്. അപ്പോൾ അക്വേർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല, കാരണം ഓൾറെഡി ഉള്ള ജീൻസിൽ നിന്നാണ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ. ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നാച്ചുറൽ സെലക്ഷൻ അല്ലേ? Natural selection. What is a natural selection? Nature selected the best suitable one.
The best suit, which one is the better to suit or better to environment, that is selected by nature. അതാണ് നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ചാൾസ് ഡാർവിൻ തിയറി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ടു കീ കൺസെപ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ബ്രാഞ്ചിങ് ഡീസെൻറ്റ്. എന്താണ് നാച്ചുറൽ സെലക്ഷൻ പറയുന്നത്? നാച്ചുറൽ സെലക്ഷൻ അപ്പോൾ അത് എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺസിഡർ എ ബാക്ടീരിയ കോളനി. വേറെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണിത് കേട്ടോ. Consider a bacteria colony A growing on a given medium. If the medium composition is changed, only a part of the population can survive under new condition. This variant population outgrows and others and appears as a new species. That is, B is better than A under new condition. Nature select for fitness. നമ്മൾ നാച്ചുറൽ സെലക്ഷൻ തിയറി പറഞ്ഞിരുന്നപ്പോൾ ഓവർ പ്രൊഡക്ഷൻ അല്ലേ, കൂടുതൽ ഓർഗാനിക് പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോജനി തമ്മിൽ സ്ട്രഗിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. എന്തിനു വേണ്ടി? എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചെണ്ണം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. അവർക്ക് വേരിയേഷൻസ് ഉണ്ടാവും, അതായത് അവരുടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് മറ്റതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും സർവൈവ് ചെയ്യുന്നവർക്ക് അല്ലേ. അതിനെ നേച്ചർ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ ന്യൂ സ്പീഷ്യസ്. അതാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ ഡിസ്കസ് ചെയ്തത്. ഡാർവിനിൻ്റെ ഒപ്പീനിയൻസ്. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരു ബാക്ടീരിയ കോളനി എ, കൺസിഡർ എ ബാക്ടീരിയ കോളനി എ, അതൊരു മീഡിയത്തിൽ വളരുകയാണ് അല്ലേ, ഗ്രോയിങ് ഇൻ എ ഗിവൺ മീഡിയം. ഇഫ് ദ മീഡിയം കോമ്പസിഷൻ ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ ആ എ എന്ന കോളനി ഗ്രോ ചെയ്യുന്ന മീഡിയത്തിലെ കോമ്പസിഷൻ, എന്ത് കോമ്പസിഷൻ അത് ചേഞ്ച് ചെയ്യുമ്പോൾ കോളനിയെ മാറ്റിയിട്ടില്ല, അതിൻ്റെ മീഡിയം കോമ്പസിഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? ഒരേ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ക്യാൻ സർവൈവ്. അപ്പോൾ അതിൽ മീഡിയം ചേഞ്ച് ചെയ്തപ്പോൾ അതിന് കെമിക്കൽസോ, അത് വളരുന്ന കെമിക്കൽസ്, ആ മീഡിയത്തിലുണ്ടായിരുന്ന കെമിക്കൽസ് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ ബാക്ടീരിയ കോളനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല, മജോറിറ്റിയും ചത്തൊടുങ്ങി. ബട്ട് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ബി, അതിനാണ് ബി എന്ന് പറയുന്നത്. പക്ഷേ ആ ബാക്ടീരിയയുടെ കോളനിയിൽ നിന്ന് കുറച്ച് ബാക്ടീരിയസിനെ ക്യാൻ സർവൈവ് അണ്ടർ ന്യൂ കണ്ടീഷൻ. ഈ ന്യൂ കണ്ടീഷനെ സർവൈവ് ചെയ്യാൻ സാധിച്ചു. ദിസ് വേരിയൻ പോപ്പുലേഷൻ ഔട്ട്ഗ്രോ ദ അതേഴ്സ്. ഈ ബിക്ക് ഇത് സെയിം കോളനി തന്നെയാണ്, പക്ഷേ ഇതിന് ആ പുതിയ മീഡിയത്തിന് സർവൈവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വേരിയൻ പോപ്പുലേഷനായി, വ്യത്യസ്തമായ ഒരു പോപ്പുലേഷനായിട്ട് മാറി, കൂടുതൽ ശക്തിയുള്ള ഒരു ബാക്ടീരിയ കോളനിയായിട്ട് നമുക്ക് ചിന്തിക്കാം അല്ലേ. അപ്പോൾ ദിസ് വേരിയൻ പോപ്പുലേഷൻ ഔട്ട്ഗ്രോസ് ദ അതേഴ്സ് ആൻഡ് അപ്പിയേഴ്സ് ആസ് എ ന്യൂ സ്പീഷ്യസ്. അതുകൊണ്ട് തന്നെ അതിന് മറ്റേതിനേക്കാളും കൂടുതൽ എന്തോ ഒരു വെറൈറ്റി ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവയ്ക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മളതിനെ ന്യൂ സ്പീഷ്യസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബി ഈസ് ബെറ്റർ ദാൻ എ. എനേക്കാളും ബി ആണ് ബെറ്റർ ആയിരിക്കുന്നത് അണ്ടർ ന്യൂ കണ്ടീഷനിൽ. സോ നേച്ചർ സെലക്ട് ഫോർ ഫിറ്റ്നസ്. നേച്ചർ ആരെ സെലക്ട് ചെയ്തു? ബീനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അവയ്ക്ക് സർവൈവ് ചെയ്തതുകൊണ്ട് നേച്ചർ better suit to the new environment, that is selected by the nature. Okay, clear ആയോ? അതാണ് the work of Thomas Malthus on a population influenced Darwin. ഡാർവിന് അദ്ദേഹത്തിന് തോമസ് മാൾത്തസിൻ്റെ അതും ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. നാച്ചുറൽ സെലക്ഷൻ ബേസ്ഡ് ഓൺ ഫോളോയിങ് ഫാക്ട്: ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, ചെറിയ വേരിയേഷൻ ഉണ്ടാവുമല്ലോ, ഓരോ ജനറേഷനും കഴിയുമ്പോഴും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ഓവർ പ്രൊഡക്ഷൻ ബൈ ഓർഗാനിസംസിൻ്റെ ഓവർ പ്രൊഡക്ഷൻ, കുറേ പ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യാം. ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സ്, പക്ഷേ കുറേ പ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റഡ് ആയാൽ അവയ്ക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അല്ലെങ്കിൽ അവയ്ക്ക് ആവശ്യത്തിനുള്ള സ്ഥലത്തൊന്നും കിട്ടില്ല. അപ്പോൾ ദേ വിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഈ കൂടുതൽ പ്രോജനികളെ സ്ട്രഗിൾ ചെയ്യുക അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചെണ്ണം ചത്തൊടുങ്ങും, കുറച്ചെണ്ണം ജീവിക്കും. ദാറ്റ് ഈസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് സർവൈവ് ചെയ്യുന്നു. ദാറ്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അങ്ങനെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നടത്തുന്നവരാണ് എന്താ നേച്ചർ സെലക്ട് ചെയ്യണത്. ദാറ്റ്സ് ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ദാറ്റ് ലീഡ്സ് ടു ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ഇതാണ് ഡാർവിൻസ് തിയറി പറയുന്നത്. അപ്പം ഡാർവിൻസ് തിയറി ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഡാർവിൻസ് തിയറി ബേസ്ഡ് ഓൺ 2 കൺസെപ്റ്റ്: നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ബ്രാഞ്ചിങ് ഡീസെൻറ്റ്. ബ്രാഞ്ചിങ് ഡീസെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ന്യൂ സ്പീഷ്യസിനെ എയിം ചെയ്യുന്നതാണ്. അതായത് എല്ലാത്തിനെയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കഴിഞ്ഞ ഒരു ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ഉണ്ടാവുന്നു. അതാണ് ബ്രാഞ്ചിങ് ഡീസെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അവരിൽ നിന്നാണ് അത് അടുത്തടുത്ത് പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലേ. അപ്പം നാച്ചുറൽ സെലക്ഷൻ അത് പറയാം,
അതിൻ്റെ നാച്ചുറൽ സെലക്ഷൻ ഫോളോ ചെയ്ത ഫാക്ട്സിൻ്റെ എണ്ണം പറയുക. ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, ഓവർ പ്രൊഡക്ഷൻ ബൈ ഓർഗാനിസം, ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു ദ ബ്രാഞ്ചിങ് ഡീസൻ, ദാറ്റ്സ് ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഓക്കെ.